ഹായ്, എവിടെ നോക്കിയാലും ഓണത്തിന് എങ്ങനെ സാരി ഉടുക്കണം, ഓണത്തിന് എങ്ങനെ സെറ്റ് മുണ്ട് എടുക്കണം എന്നൊക്കെയുള്ള വീഡിയോ. പിന്നില്ലാതെ സാരിയും സെറ്റ് മുണ്ടും ഒന്നും ഉടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് പിന്നില്ലാതെ നമുക്ക് എന്ത് ഓണാഘോഷം. ഈ പിന്ന് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം സാരിയുടെ മെറ്റീരിയലിൽ മിക്കവാറും ഈ പിന്നിങ്ങനെ ഉടക്കി നിൽക്കും. അത്യാവശ്യം നല്ല വില പിടിച്ച സാരിയാണെങ്കിലും സെറ്റ് മുണ്ടാണെങ്കിലും ഇനിയിപ്പോൾ ടിഷ്യൂ സാരിയൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, ഉറപ്പായിട്ടും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങി പോകാറാണ് പതിവ്. ഇങ്ങനെ കുടുങ്ങി പോകുമ്പോൾ നമ്മളത് വലിച്ചൂരാൻ നോക്കും. ഊരി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ഹോളും സാരിയിൽ വരും. ഇതൊഴിവാക്കാൻ വേണ്ടി ഞാൻ ഈ അടുത്ത കാലത്തൊരു ഹാക്ക് കണ്ടു. എന്നാൽ പിന്നെ അതൊരു റീലാക്കി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മുത്തെടുക്കുക, അത് നമ്മുടെ പിന്നിലേക്ക് ഇങ്ങനെ കോർത്ത് വെക്കുക, എന്നിട്ട് അതങ്ങ് ഒട്ടിക്കുക. ചെറിയൊരു മുത്താണെങ്കിൽ കുറേ കൂടി സൗകര്യം കേട്ടോ. ഇത്രയും വലിയ മുത്ത് തന്നെ വേണമെന്നൊന്നുമില്ല. ചെറിയൊരു മുത്തെടുക്കുക, അത് സ്റ്റിക്ക് ചെയ്യുക. ഫെവിക്യൂക്കൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ അങ്ങനെ ഇരുന്നോളൂ. അങ്ങനെ ഒരു 3-4 പിന്നിൽ ഇങ്ങനെ മുത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. നമുക്കൊരു 3-4 പിന്നെങ്കിലും വേണമല്ലോ കുറഞ്ഞ സാരി എടുക്കാൻ. എന്നിട്ട് ഇതങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നും സാരിയും തമ്മിൽ ഇങ്ങനെ ഉടക്കി നിൽക്കില്ല. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. എന്ന് കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ എല്ലാ സാരികളിലും ഞാൻ തന്നെ ക്ഷമയില്ലാണ്ട് വലിച്ചൂരി പിന്നിൻ്റെ മാർക്കൊക്കെ അവിടെ വീണിട്ടുണ്ട്. ഒറ്റ പ്ലീറ്റ് ഇടുമ്പോഴാണെങ്കിലും കുറേ അധികം പ്ലീറ്റ്സ് എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഹാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു. പിന്നെ നിങ്ങളുടെ സാരി അല്ലെങ്കിൽ ദുപ്പട്ട ഒക്കെ ഇങ്ങനെ പിന്നിൽ ഉടക്കി നിന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ബൈ.